South Indian International Movie Awards. ചേട്ടാ ഈ ഡെബ്യൂട്ടാന്റ് പുതുമുഖ കാറ്റഗറിയിൽ അടുത്ത കാറ്റഗറി ആരാണ്? ഏതായാലും കപ്പിത്താൻ തന്നെയാണ് വരേണ്ടത്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. യെസ്, ബെസ്റ്റ് ഡെബ്യൂട്ടാന്റ് ഡയറക്ടർ, ഏറ്റവും മികച്ച പുതുമുഖ സംവിധായകൻ. ആൻഡ് ഈ കാറ്റഗറിയിൽ അവാർഡ് നൽകുന്നതിനായി വേദിയിൽ എത്തുന്നത് രണ്ട് സുന്ദരികളാണ്. Two girls we absolutely love. തൃഷ ആൻഡ് നിധി സുഭയ്യ. ഏറ്റവും മികച്ച പുതുമുഖ ഡയറക്ടർ എന്ന ഈ കാറ്റഗറിയിൽ the nominees are മികച്ച പുതുമുഖ സംവിധായകൻ. Nominees are സുഗീത് ഓർഡിനറി. കല്യാണി ഇറങ്ങി വാ, മോളൊന്ന് ഇറങ്ങി വന്നേ. ശ്രീനാഥ് രാജേന്ദ്രൻ സെക്കൻഡ് ഷോ. അത് ഹരിയേട്ടന്റെ കാശൊന്നും കണ്ടിട്ടല്ല. അഞ്ജലി മേനോൻ മഞ്ചാടിക്കുരു. പി ബാലചന്ദ്രൻ ഇവൻ മേഘരൂപൻ. ലിജിൻ ജോസ് ഫ്രൈഡേ. പ്രസംഗിക്കുന്നു കുഞ്ഞുമേ, ദേ അയാള്. ഓട്ടോയില് ബാഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. And the winner is Sugeet for Ordinary. Congratulations Sugeet. I think Ordinary എന്ന സിനിമ മലയാളികൾ എല്ലാവരും തന്നെ നെഞ്ചിലേറ്റി. ഇനിയും നല്ല നല്ല സിനിമകൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും സുഗീതിനെ ഞങ്ങൾക്കറിയാം. ഈ അവസരത്തിൽ how do you feel? A few words. എൻ്റെ ആദ്യ ചിത്രത്തിന് തന്നെ ഇങ്ങനെ ഒരു അവാർഡ് തരാൻ നൽകിയ സൈമയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ഈ അവാർഡ് ഞാൻ എൻ്റെ ഗുരുവായ ഡയറക്ടർ കമലിന് സമർപ്പിച്ചോളും. അവാർഡ് ഓക്കെ സാർ, ഈ അവാർഡ് കിട്ടിയതിനെ പറ്റി എന്താ പറയാനുള്ളത്? അവാർഡ് കിട്ടിയതിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷം. കാരണം ഓർഡിനറി എന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അംഗീകാരമാണ്. സത്യമായിട്ട് അംഗീകാരം. പല അംഗീകാരങ്ങളും തള്ളിപ്പോയെങ്കിലും ഇതെങ്ങനെ കിട്ടിയല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷത്തിലാണ് ഞാൻ. ആക്ച്വലി ഈ പടം ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ലൊരു മൂവി ഞാൻ ചെയ്ത് എനിക്ക് അവാർഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അവാർഡ് കിട്ടാൻ വേണ്ടി ഒരിക്കലും പടം ചെയ്തിട്ടില്ല. നല്ലൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ച് പടം ചെയ്തു, അത്രേ ഉള്ളൂ. And now moving on, കന്നഡ സിനിമയിലെ ഏറ്റവും മികച്ച പുതുമുഖ സംവിധായകൻ ആരാണ്? And let's have the winners from Trisha and Nidhi, please. The award for Best Debutant Director goes to Pawan Vadiyar for Govindaya Namaha. തെലുങ്കിലെ ഏറ്റവും മികച്ച പുതുമുഖ സംവിധായകൻ. And the winner is. And the award goes to Maruti for E. Rojalo. തമിഴിൽ നിന്നും ഏറ്റവും പുതുമുഖ സംവിധായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. The winner is. And the winner is Karthik Subaraj for Pizza. Bingo Yamito Saima Awards 2013-ൽ നമ്മളുടെ നെക്സ്റ്റ് ഡെബ്യൂട്ടാന്റ് കാറ്റഗറി ഈസ് ഏറ്റവും മികച്ച പുതുമുഖ നിർമ്മാതാവ്, ബെസ്റ്റ് ഡെബ്യൂട്ടാന്റ് പ്രൊഡ്യൂസർ. യുനോ, പ്രൊഡ്യൂസർ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ചേട്ടാ. രഞ്ജിനി, നിർമ്മാതാവ്, ഒരു മാതാവ് ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കും. അതിപ്പോൾ ശ്വേതാമേനോനെ നന്നായിട്ട് അറിയാം. ശ്വേതാമേനെ എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? അപ്പോൾ ഒരു അമ്മ ഉണ്ടെങ്കിൽ, ഒരു മാതാവ് ഉണ്ടെങ്കിൽ ജന്മം ഉണ്ടാവും. അപ്പോൾ സിനിമയുടെ മാതാവ് എന്ന് പറയുന്നത് നിർമ്മാതാവ്. അപ്പോൾ പ്രൊഡ്യൂസർ വേണം. യെസ്, ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഡെഫിനിഷൻ. ഞാൻ ഒരിക്കലും അത് ലിറ്ററൽ മീനിങ്ങിൽ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പ്രൊഡ്യൂസർ ഇല്ലാതെ, ഒരു നല്ല പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു നല്ല സിനിമ ജന്മം കൊള്ളില്ല. തീർച്ചയായിട്ടും. ആൻഡ് കഴിഞ്ഞ വർഷം കുറേ നല്ല നല്ല പ്രൊഡ്യൂസേഴ്സ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഫിലിംസ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നിർമ്മാതാവ് എന്ന ഈ കാറ്റഗറിയിലെ നോമിനേഷൻസ് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് തൊട്ട് മുമ്പ് ലെറ്റ്സ് വെൽക്കം മഞ്ജു ലക്ഷ്മി പ്രസന്ന ആൻഡ് വിദ്യുത് ജംവാൽ ടു ഹാൻഡ് ഓവർ ദീസ് അവാർഡ്സ് ഇൻ ദ കാറ്റഗറി. ഈ കാറ്റഗറിയിലെ വിജയ് ആരാണ് എന്ന് നമ്മുടെ ഗസ്റ്സ് ഇതാ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നു. പ്ലീസ്. മികച്ച പുതുമുഖ നിർമ്മാതാവ്. നോമിനീസ് ആർ രാജീവ് നായർ, ലക്ഷ്മിനാഥ് ക്രിയേഷൻസ് ആൻഡ് മാജിക് മൂൺ പ്രൊഡക്ഷൻസ്, ഓർഡിനറി. മന്ദാരം കുമ്പാളച്ചെത്തും കുട്ടി പടകൂട്ടി കാറ്റ് വിളിക്കുന്നേ, കാവോരം തൈമാസ കന്നി തിങ്കൾ തിരിവയ്ക്കാൻ കുട്ടി വിളിക്കുന്നേ. വി പ്രദീപ്, അനിത പ്രൊഡക്ഷൻസ്, ഡയമണ്ട് നെക്ലേസ്.
എല്ലാരും അത് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് വന്ന് കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ് റോയ് കപൂർ, റോണി സ്ക്രൂവാല, UTV മോഷൻ പിക്ചേഴ്സ്, ഗ്രാൻഡ് മാസ്റ്റർ. ചതിക്കരുത്, കൂടെ കഴിഞ്ഞുകൊണ്ട് ചതിക്കരുത്. സാൻഡ്ര, തോമസ് ജോസഫ്, ഇന്നോവേറ്റീവ് ഫിലിം കൺസെപ്റ്റ് ഫ്രൈഡേ. ഈ നേരത്തെ എന്താ കുട്ടിയും കൊണ്ട്? കുഞ്ഞെങ്കിലും അത് ചോദിച്ചല്ലോ. കുറെ നേരമായിട്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്ന ആരും നിർത്തിയില്ല. OG സുനിൽ, ഫിലിം ബ്രൂവറി, 22 ഫീമെയിൽ കോട്ടയം. And the winner is... And the winners are Siddharth Roy Kapoor and Ronnie Screwwala of UTV Motion Pictures for Grandmaster. കന്നഡ സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഡെബ്യൂട്ടാന്റ് പ്രൊഡ്യൂസർ. And the winner is... It goes to K.A. Suresh for Govindaya Namaha. തെലുങ്കിലെ ഏറ്റവും മികച്ച പുതുമുഖ നിർമ്മാതാവിനുള്ള അവാർഡ് goes to Good Cinema Group for E. Rojalu. തമിഴിലെ ഏറ്റവും മികച്ച പുതുമുഖ നിർമ്മാതാവിനുള്ള അവാർഡ് goes to... So the award goes to C.V. Kumar for Atakati. ഓസ്കർ അവാർഡ്സിൽ പോലും ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇനി കാണാൻ പോകുന്നത്. നോ വേ, അതൊക്കെ സാധ്യമാണോ ഇവിടെ? കാര്യമില്ല, ബോളിവുഡിലാണെങ്കിൽ ഹോളിവുഡ്, കോളിവുഡ്, എവിടെയാണെങ്കിലും ഈ ഒരു സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. എന്ത് സംസ്കാരം അത്? കോമഡി സ്കിറ്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് നമ്മുടെ കോമഡിയൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഐ ഹാവ് ടു സേ, മലയാളി ഷോസ് വേൾഡ് ഓവർ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്കിറ്റ് ഇല്ലെങ്കിൽ. അതെ, അവിടെയൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയും, ഒരാൾ നിന്നിട്ട് ചെയ്യുന്ന പെർഫോമൻസ്. ഇതങ്ങനെയല്ല, ഒരു ഗ്രൂപ്പ് നിന്നിട്ട് തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്യഭാഷ സംസ്കാരമുള്ളവരെയും ഈ സംഭവം കാണിച്ചു കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കണം. അതിന് എത്തേണ്ട ഒരാൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഐ തിങ്ക് സോ. നമ്മളുടെ കയ്യിൽ ഒറ്റമൂലിയാ എന്തരെ ചോദിക്കുന്നത്? സുരാജ് വെഞ്ഞാറമൂട്. Yes, ladies and gentlemen, let's welcome the fantastic actor Suraj Veñaramud and his team members on stage. നിങ്ങളെ ചിരിപ്പിക്കാനായി, കൈയടിപ്പിക്കാനായി. പണമില്ലാത്തവൻ പിണം, പണമുള്ളവൻ പണക്കാരൻ. അത് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ചോദ്യം ഈസ്, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിലടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അച്ചു അങ്കിളാണ്. വെൽക്കം അച്ചു അങ്കിൾ. നിയമങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, ഗുരുജി കൊടുക്ക്. കുരുതി കൊടുക്കാനോ? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? How many letters of the അക്ഷരമാല is the English essay? A 26. ഏതെന്റെ 26 അതല്ല. The options are A 26, B 100 ചില്ലുവാനം, C 57, D ഒരു ചാക്ക്. 100 ചില്ലാനം അല്ല, ചാക്ക്. 26 ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. A 26. A 26. അതെ. ഉറപ്പിക്കട്ടെ? കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലെന്നേ. ഇനി മാറ്റി പറയരുത്. ഓ, പറയില്ല. കാല് മാറില്ലല്ലോ? കാലു മാറാൻ ഞാൻ സെൽവരാജ് അല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ
സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ A26 ഉറപ്പിക്കാൻ. പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവും ആയിട്ടിരിക്കുന്നത്? A26 3 തരം ഉറപ്പ്. ഇത്ര തറപ്പിച്ച് പറയാൻ സാറിന് എങ്ങനെ കഴിയുന്നു? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ വൃത്തിരാജ്. 26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50, അതായത് ₹1.50 സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ ₹1.50 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? 1.5 ഉലുവ, അര പാക്കറ്റ് ദിനേശ് ബീഡി മേടിച്ച് വലിക്കും. 1.5 രൂപയെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ₹1 അരി കൊടുക്കുന്നില്ലേ? അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 32 രൂപയിൽ കിടന്ന അരിക്ക് 30 രൂപ കുറച്ച് 2 രൂപയാക്കി. ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിൽ നിന്നും വെറും 1 രൂപ കുറച്ച് 1 രൂപയാക്കി. 30 രൂപ കുറച്ച ഞങ്ങളാണോ 1 രൂപ കുറച്ച ഇവരാണോ? കേമന്മാർ, കേമന്മാർ. എന്തുപറ്റി? ഭയങ്കര ജലദോഷം ചേട്ടാ. ജലദോഷം വന്നാൽ ചെറുപ്പത്തിൽ മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗുളികയില്ലേ? എന്ത്? സ്റ്റീമിംഗ്. സ്റ്റീമിങ്ങോ? അല്ലാതെ സ്റ്റീം എടുക്കുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം ചെയ്യും. എന്ത്? ക്രോസിൻ. ഓ, ക്രോസിൻ കോൾഡ് ആൻഡ് ഫ്ലൂ മാക്സ്, അവരുടെ പുതിയ നോൺ ഡ്രൗസി ഫോർമുല. And the award goes to, any guess? Sorry, Sharjah, only English, huh? South Indian International Movie Awards.